നിന്റെ സഹോദരനെ കുത്തിയത് വിഷത്തേനീച്ചയാണ്. വിഷം ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. അവനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. അവനെ രക്ഷിക്കാൻ പഴച്ചാറുകൾ ചേർത്ത ഒരു ഔഷധമുണ്ട്. അത് 45 ദിവസം പുരട്ടിയാൽ അവൻ രക്ഷപ്പെടും. ഇങ്ങനെയല്ലേ അടിച്ചത്? കറക്റ്റ്. ഏയ് ഡോക്ടർ സാർ, അത് ആക്സിഡന്റ് അല്ല, ഒരുത്തൻ ചെയ്തതാണ്. ആരാ ഇത്ര ക്രൂരത കാണിച്ചത്? അതിൽ ക്രൂരമായിട്ട് ഞാൻ ചെയ്യും. നിന്റെ ഭർത്താവിനെ അടിച്ചില്ലേ? അവൻ എവിടെ അടി? ആ ശിവദാസന്റെ മോൻ എവിടെ? എന്താടി വീണ്ടും ഭഗവാനാ? ഗോവിന്ദ 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 ഗോവിന്ദ. എന്റെ റൂമിൽ ഒരു സാരി കിടപ്പുണ്ട്, അത് ഉടുത്തോണ്ട് വാ. അപ്പ ഞാൻ പറയാം. ഏയ്, എന്താ കൊച്ചി മുഴുവൻ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ പിടിക്കാൻ കഴിവില്ല തനിക്ക്? പോയി അന്വേഷിക്ക്, കണ്ടുപിടിക്ക്. അപ്പോഴറിയാം അവൻ ആരാണെന്ന്. എന്താടാ ലോറി എടുത്തോണ്ട് വന്ന് കയറ്റിക്കൊണ്ട് പോകാനാ പറയുന്നത്. അയ്യോ, ലാപ്ടോപ്പ് അവൻ തുറന്നു. 10 നിമിഷം മതി. ശരി. അവനെ കൊന്നിട്ട് ഞാൻ വരുള്ളൂ. വണ്ടിയിടറാ, ഇവരെ അകത്ത് കൊണ്ടുപോയി പൂട്ടിയിടറാ. വാടാ, എടുക്കണ ബാഗ്. എനിക്കവനെ കാണിച്ചതാ. ഇവനാണോ ശിവദാസന്റെ മോൻ? ഇവനാണോ? ഇവനാണോ? ഇവനോ? അല്ല. ഇവനാണോ പാർട്ണർ? കമോൺ പറയൂ പാർട്ണർ. അല്ല. ഇവനാണോ? ഇവനാണോ? ഇവനാണോന്ന്? ഇവനല്ല. മൂത്രൊഴിക്കാൻ കണ്ട നേരം. വാടാ, ഇവനെ നോക്കി പറയേ പാർട്ണർ. ശരിക്കും സൂക്ഷിച്ചു നോക്ക്. ആണോ പാർട്ണർ? ഇവനെ നോക്കി. ആരാടാ ഫാൻ ഓൺ ചെയ്ത്? സാറിന്റെ മുഖത്ത് പൊടിയാതെ കണ്ടില്ലേ? പാർട്ണർ, പാർട്ണർ കേൾക്കുന്നില്ല. അയ്യോ, സൗണ്ട് കട്ടാ. എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഇവനാണോ? ഇവനാണോ അവൻ? പറയ് പാർട്ണർ. ഇതെങ്ങനെയാണോ ഊരി പോയത്? ഇവനാണോ? സൂപ്പർ സൗണ്ട് വന്നല്ലോ സാർ. എന്താ സാർ? അയ്യോ, ഈ വയർ എവിടെ കുത്തേണ്ടതെന്ന് അറിയില്ലല്ലോ. അയ്യോ, ആരെങ്കിലും പറ എവിടെയാ കുത്തേണ്ടതെന്ന്. ഒരുപാട് ദേഷ്യപ്പെടാതെ സാർ, ഒന്നും പറയില്ല. ആരാ നിന്നെ അടിച്ചത്? പറയൂ കോച്ച, എനിക്ക് അവനെ കൊല്ലണം. ഡോക്ടർ. ഡോക്ടറോ? ഡോക്ടറാണ് അവിടെ കിടക്കുന്നത്. ആ ഡോക്ടറെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവാ. എന്താ ചെയ്യുന്നത് ഇപ്പൊ ഗോച്ച? ഉള്ളതും പോയോ ഗോച്ച? എന്റെ പാർട്ണർ പറഞ്ഞാടാ, അവൻ ഈ കോറിയിൽ തന്നെ. അയാളെ നാക്കെടുക്കാൻ വയ്യാതെ കുഴകഴാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ വാ കൊണ്ട് സാരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെവിയിൽ കോറിയെന്ന് കേൾക്കും. മുതലാളി, ശിവദാസന്റെ മോനെന്താ മണ്ടനാ ഇവിടെ വരാനായിട്ട്? അവന്റെ അച്ഛനെ അന്വേഷിച്ചു പോയി കാണും. എന്താടാ പറയുന്നത്? എന്താ മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ കാർട്ടൂൺ കാണും. അവൻ എങ്ങനെയെങ്കിലും ഉള്ളി കിടന്നവന്റെ അച്ഛനെയും കൂട്ടിയിട്ട് കൊച്ചിയിൽ കടന്നു കാണും. കൊച്ചി എന്റെ കോട്ടയാടാ. അവൻ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും പിടിച്ചിരിക്കും ഞാൻ. അവിടേക്ക് നോക്കിയത് മതി, പെട്ടെന്ന് വാ.
കമ്മിയാ. പോയിന്റ് എത്രയായി? സാർ 250 മതിയോ? ഡ്രിങ്ക്സ്, സ്വീറ്റ്, പെണ്ണുങ്ങൾ വല്ല കിട്ടുമോ സർ? എന്താ സർ? എടാ, അവൻ വന്നിരുന്നോടാ. ആരാ സർ? ആരാ? നിന്റെ തന്ത, ആ ശിവദാസന്റെ മകൻ. എന്റെ അടുത്ത ലക്ഷ്യം അവനാടാ. എന്റെ മകൻ വന്നല്ലേ? എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും? ഏയ്, നിന്റെ മോന്ത കണ്ട അറിയില്ലടാ. കൈയെല്ലാം കിടുകിടാന്ന് വരയ്ക്കുന്നു. വേഗത്ത് പോയല്ലോ. ഏയ്, കോട്ടവാസു ഭയന്ന് തുടങ്ങിയടാ. എന്താടാ, എന്റെ മോൻ വന്നല്ലേ? അതടാ, വന്നിരുന്നു. ഇവിടെ നിന്ന് അവൻ പോകില്ല, ജീവനോടെ പോകമടാ. വാ, എടുക്കടാ. വേഗം നടക്ക്, വേഗം നടക്ക്. ആ ഏയ്, എവിടെയാടാ പോകുന്നേ? പോടാ. എവിടെ പോയിട്ട് വരുന്ന ആ ചെക്കൻ? വാടാ. എവിടെടാ പോയെ? എവിടെ പോയെന്ന്? ചുറ്റും 12 കിലോമീറ്റർ പാറയാ. ഇവിടെ നിനക്ക് എവിടെ നിന്നാടാ പേരയ്ക്ക് കിട്ടിയത്? സത്യം പറ, എവിടെ പോയെന്ന്? പറയില്ല. ഏയ്, ഈ കൊച്ചി രാജ്യയിലുള്ള പേടിയൊക്കെ പോയോ? ആ കോട്ടവാസ് ഇവിടെ വന്ന് ഏതോ ശിവദാസന്റെ മോൻ ക്വാറിയിലുണ്ടെന്ന് പറഞ്ഞ് ക്യാമറ വെച്ച് കളിയാക്കിയത് കൊണ്ടാ എന്നെ പറ്റിക്കുന്നോ? ഏയ്, എന്താ വേല ഇറക്കുന്നോ? ഇവൻ എവിടെ പോയതെന്ന് പറയുന്നവരെ ഇവിടെ തന്നെ കിടക്കണം. ഞാൻ അറിയാതെ ആരെങ്കിലും സംരക്ഷിച്ചാൽ നിങ്ങളുടെ മക്കൾക്കും ഇതേ ഗതി. ഏയ്, ഇത് സാധാരണ വാക്കല്ല, ഈ കൊച്ചി രാജയുടെ വാക്കാണ്. ആരെങ്കിലും ഇത് തെറ്റിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടും.